എല്ലാവർക്കും PSC ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ബാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യനാണ്. 6 ക്വസ്റ്റ്യൻസ് ആദ്യത്തെ പാർട്ടിൽ ചെയ്തിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഭൂമി സൂര്യനോട് അടുത്ത് വരുന്ന സൂര്യ സമീപക ദിനം എന്നാണ്. അതായത് പെരിഹീലിയൻ എന്നാണ് പറയുന്നത്. സൂര്യനോട് അടുത്ത് വരുന്ന ദിനമാണ് ജനുവരി 3. അപ്പോൾ ഓപ്ഷൻ സി ജൂലൈ 4 ഉണ്ട്. അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൂര്യ വിദൂര ദിനമാണ്. സൂര്യന് ഏറ്റവും അകലെ പോകുന്ന അപ്ഹീലിയൻ എന്ന ഒരു പ്രോസസ്സ്, അതാണ് ജൂലൈ 4 സംഭവിക്കുന്നത്. അപ്പോൾ 2025 ജനുവരി 4 ഇതിൻ്റെ ആൻസർ. എന്താണെന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജനുവരി 4. അപ്പോൾ സെക്രട്ടേറിയറ്റ് OAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കുകയും ചെയ്തു. പക്ഷേ ഒരു കോമൺ ആയിട്ടുള്ള ഫാക്റ്റ് എന്ന് വെച്ചാൽ ജനുവരി 3. SCRT ഫാക്റ്റാണിത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ രാജ്യത്തിൻ്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഡെറാഡൂൺ ആണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് മൊത്തം ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള ചുമതല ഡെറാഡൂണിലെ സർവേ ഓഫ് ഇന്ത്യക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? അപ്പോൾ ഉപദ്വീപീയ നദിയിൽ കൊടുത്തിരിക്കുന്നതിൽ 3 ഉപദ്വീപീയ നദിയാണ്. കാവേരി, കൃഷ്ണ, ഗോദാവരിയാണ് ഉപദ്വീപീയ നദികൾ. അപ്പോൾ അതിൽ കൃഷ്ണയാണ് ആൻസർ. സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്ത് നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. കൃഷ്ണൻ മഹാബലമുള്ള ആളാണെന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറിപ്പോവാതെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്, അത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി 11ാമത്തേത്, കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയപാത ഏതാണ്? ദേശീയ ജലപാത, നാഷണൽ വാട്ടർവേ 3 ആണ് ആൻസർ, NW3. ഇപ്പോൾ അത് കൊല്ലം മുതൽ കോഴിക്കോട് വരെ, കോട്ടപ്പുറത്ത് നിന്നും കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. 205 കിലോമീറ്ററാണ് ഇതിൻ്റെ ആകെ നീളം എന്നത്. പിന്നെ ഇത് നിലവിൽ വന്നത് 1993. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണ്? അനുവാദിനിയാണ് ആൻസർ. നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. അനുവാദിനിയാണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? അപ്പോൾ ഫസ്റ്റത്തെ എന്താണ്? മഹൽനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ശരിയാണ്, മഹൽനോബിസ് പദ്ധതിയായിരുന്നു 2ാമത്തേത്. നെക്സ്റ്റ്, മനുഷ്യവിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. അത് തെറ്റാണ്. 8ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു വിഭവശേഷി വികസനം. 1992 മുതൽ 97 വരെയായിരുന്നു 8ാം പഞ്ചവത്സര പദ്ധതി. നമ്മുടെ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതായിരുന്നു? 1956 മുതൽ 61 വരെയാണ്. അതുപോലെ വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നെ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, അതും ഡിലീറ്റഡ് ആണ്. നീതി ആയോഗിൻ്റെ കുറച്ച് പ്രസ്താവനകളായിരുന്നു, ചില ഓപ്ഷൻസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്തത്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. അപ്പോൾ ഇന്ത്യ 1991 സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, അതുപോലെ സ്വകാര്യവൽക്കരണം, ഈ 3 പോളിസികൾ കൊണ്ടുവന്നു. അപ്പോൾ അത് ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും കാരണമായിരുന്നു അങ്ങനെ കൊണ്ടുവരാൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? അപ്പോൾ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ, ഇൻഷുറൻസ് ബാങ്കുകൾ, മ്യൂച്വൽ സേവിങ്സ് ബാങ്കുകൾ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. അല്ലാത്തത് വാണിജ്യ ബാങ്കുകളാണ്. വാണിജ്യ ബാങ്കുകൾ സർക്കാരിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അത് ഡയറക്റ്റ് ആയിട്ടുള്ള RBIയുടെ കീഴിലാണ്. അതുകൊണ്ട് അതൊരു ധനകാര്യ സ്ഥാപനം തന്നെയാണ്. ബാങ്കിങ് മേഖലയിലുള്ള ധനകാര്യ സ്ഥാപനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമല്ലാത്തതാണ് സഹകരണ ബാങ്കുകൾ. സഹകരണ ബാങ്കുകൾ ഈ ഒരു കൂട്ടത്തിൽ പെടുന്നില്ല. താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ ഇതിൻ്റെ വക്താവ് ആരാണ്? MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ലോകത്തിൽ ചോദിക്കുകയാണെങ്കിൽ നോർമൻ ബോർലോഗാണ്. ആദ്യത്തെ കാലഘട്ടങ്ങളിൽ
ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം എന്തായിരുന്നു? നെല്ലിനേക്കാൾ കൂടുതൽ വിളവ് ലഭിച്ചിരുന്നത്, ഈ ഒരു പ്രക്രിയയിലൂടെ വിളവ് കൂടുതൽ ലഭിച്ചിരുന്നത് ഗോതമ്പിനായിരുന്നു. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയായിരുന്നു. ശരിയാണ്. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ട് വിളവ് വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു ഇതിനുണ്ടായിരുന്നത്. ഹരിത വിപ്ലവം വ്യവസായ വികസനം സാധ്യമാക്കിയത് തെറ്റായ പ്രസ്താവനയാണ്. പാലിൻ്റെയും പയറുവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? 1-ാം സ്ഥാനമാണ്. 2024 1-ാം സ്ഥാനമായിരുന്നു ഇന്ത്യക്ക് പാലും പയറുവർഗ്ഗം ഉൽപ്പാദനവും. അടുത്ത ക്വസ്റ്റ്യൻ, 16-ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ് ആൻസർ. കഴിഞ്ഞ കൊല്ലം നടത്തിയ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി 3 ഓപ്ഷൻസും എക്കണോമിക്സിൽ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ നമ്മളങ്ങനെ അടുത്തറിയാത്തത് കൊണ്ടാണ് നമുക്ക് ആ പേരുകളൊക്കെ അപരിചിതമായിട്ട് തോന്നുന്നത്. അപ്പോൾ വിരാൾ ആചാര്യ RBIയുടെ മുൻ ഡെപ്യൂട്ടി ഗവർണറായിരുന്നു. അതുപോലെ ജഗദീഷ് ഭഗവതി, അമിത് മിശ്ര, ഇതൊക്കെ എക്കണോമിസ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് അരവിന്ദ് പനഗരിയനെ 16-ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് പഠിച്ചു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആദ്യമായിട്ട്, ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. അതെ, കറക്റ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നു. അതിനുശേഷം ഒരു ഭരണഘടനാ നിർമ്മാണ സഭ, നിങ്ങൾ ഭരണഘടന ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അങ്ങനെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അംബേദ്കർ അതിന് നേതൃത്വം കൊടുത്തു. അങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയുടെ രൂപീകരണത്തിൻ്റെ തുടക്കം. നെക്സ്റ്റ്, സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അത് തെറ്റായ പ്രസ്താവനയാണ്. പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയായിരുന്നു നമ്മൾ വോട്ട് ചെയ്തിരുന്നത്. നമ്മളിപ്പോൾ ഉള്ള സിസ്റ്റം പോലെയല്ല. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തില്ല. അതിനെ അടിസ്ഥാനമായിരുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 10 ലക്ഷത്തിന് ഒരു വോട്ട് എന്ന രീതിയിൽ, 10 ലക്ഷത്തിൽ ഒരാൾ എന്ന രീതിയിൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ പരോക്ഷമായിട്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമൊന്നും അന്നത്തെ കാലത്ത് ആ ഒരു തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത പ്രസ്താവന എന്താണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അത് ശരിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യകളിലായിരുന്നു ഈ ഒരു പരോക്ഷ തിരഞ്ഞെടുപ്പ് നടന്നത്. ജനസംഖ്യ ആനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റായത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭരണഘടനയിലെ 7-ാം പട്ടികയിലെ ലിസ്റ്റുകൾ, അവശിഷ്ട അധികാരങ്ങൾ എന്നിവയുമായി യോജിപ്പിച്ചതിൽ ശരിയായവ കണ്ടെത്തുക. അപ്പോൾ ലിസ്റ്റുകൾ എന്തായാലും നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. 7-ാം പട്ടികയിലാണ് ലിസ്റ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പ്രസ്താവന ഏതാണ്? ഫസ്റ്റത്തെ ഓപ്ഷൻ തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റാണ്. തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റിൽ തന്നെയാണ് വരുന്നത്. ഭൂമി ഏതിലാണ്? സംസ്ഥാന ലിസ്റ്റിലാണ്. സൈബർ നിയമങ്ങൾ ഏതിലാണ്? അവശിഷ്ടാധികാരത്തിലാണ്. പിന്തുടർച്ചാ അവകാശം സംയുക്ത ലിസ്റ്റ്, അതായത് കൺകറൻറ്റ് ലിസ്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ 3-യും 4-ഉം അപ്പുറത്ത് ഓപ്പോസിറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കിടക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. പക്ഷേ അതിൽ കുറച്ച് ഫാക്റ്റുകൾ നമുക്ക് നോക്കാനുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ 73-ാം ഭേദഗതി, പഞ്ചായത്ത് രാജ് ആക്ട് കൊണ്ടുവന്ന ഭേദഗതി, അതിൽ 243A ഗ്രാമസഭയാണ് പ്രസ്താവിക്കുന്നത്. 243-ാം അനുച്ഛേദം ഗ്രാമസഭയാണ്. അതുപോലെ അവിടെ 243C കൊടുത്തിട്ടുണ്ട്. അവിടെ അത് തെറ്റാണ്. അപ്പോൾ 243C പഞ്ചായത്തുകളുടെ ഘടനയാണ്. പഞ്ചായത്തുകളുടെ ഘടനയെക്കുറിച്ചാണ് 243C പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പഞ്ചായത്തിലെ സീറ്റ് സംവരണം പറയുന്നത് 243D ആണ്. സീറ്റ് സംവരണം 243D. അതുപോലെ 50% സ്ത്രീ സംവരണം ഉറപ്പാക്കി എന്ന് പറയുന്നുണ്ട്. 50% ഇല്ല, 33% നിലവിൽ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഉള്ളത്. പക്ഷേ കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങൾ നിലവിൽ 50% പിന്തുടരുന്നുണ്ട്. പക്ഷേ ആ ഒരു ആക്ട് പ്രകാരം 73-ാം ഭേദഗതി പ്രകാരം 33% അടുത്ത ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. ഇനി 24-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ C ആണ് വരുന്നത്. അപ്പോൾ 1-ഉം 4-ഉം മാത്രമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ.
ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അപ്പോൾ 75-ാം ആർട്ടിക്കിൾ പ്രകാരമാണ് പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഒരു ലോക്സഭയായിട്ട് മാറുന്നത്. ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാനുള്ള കാരണം എന്താണ്? അനുച്ഛേദം 75(3) പ്രകാരം മന്ത്രിസഭയ്ക്ക് ലോക്സഭയോടാണ് കൂട്ടുത്തരവാദിത്തമുള്ളത്. പാർലമെൻറ്റിനോടല്ല, ലോക്സഭയോടാണ് കൂട്ടുത്തരവാദിത്തമുള്ളത്. 91-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയുടെ ആകെ അംഗത്തിൻ്റെ 20% കവിയരുതെന്ന് വ്യവസ്ഥ ചെയ്തു. അത് തെറ്റായ പ്രസ്താവനയാണ്. 20% അല്ല അവിടെ വരുന്നത്. 91-ാം ഭേദഗതി പ്രകാരമാണ്, പക്ഷേ 20% അല്ല. 4-ാം പ്രസ്താവന എന്താണ്? മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെൻറ്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമാണ്. അപ്പോൾ പാർലമെൻറ്റാണ് അലവൻസും ശമ്പളവും ഒക്കെ തീരുമാനിക്കുന്നത്. ആ ഒരു പ്രസ്താവന ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഇപ്പോൾ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം 75-ൽ നിന്നും എത്രയാണ് ഉയർത്തിയത്? 85 ഉയർത്തിയത്. അപ്പോൾ 85 അവിടെ കറക്റ്റായിട്ട് വരുന്നത്. അവിടെ 80 കൊടുത്തിരിക്കുന്നത്. ഇനി ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കാനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. അത് ശരിയായ ഒരു പ്രസ്താവനയാണ്. സാക്ഷം ആപ്പ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയാണ്. KYC എന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം. അത് തെറ്റാണ്. KYC അല്ല, അതിൻ്റെ ആൻസർ സി വിജിലാണ് വരുന്നത്. എന്താണ് സി വിജിലിൽ? തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സി വിജിൽ. KYC എന്താണ്? നോ യുവർ കസ്റ്റമർ. ബാങ്കിങ് തട്ടിപ്പുകളൊക്കെ തടയാൻ വേണ്ടിയിട്ട് ബാങ്കിങ് ആപ്പാണ് KYC എന്നത്. നമുക്ക് മെസ്സേജൊക്കെ വരാറില്ലേ KYC വെരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ അക്കൗണ്ടുകളൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു KYC നമ്പർ ഉണ്ട്. അപ്പോൾ അത് ബാങ്കിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത പ്രസ്താവന തെറ്റാണ്. അത് സ്വീപ്പ് എന്ന തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള പങ്കാളിത്തം, ആ ഒരു പ്രസ്താവന തെറ്റാണ്. അതിന് വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞ ഒരു ആപ്പ് കൂടി ഈ ഒരു മേഖലയിൽ 2024 ലോക്സഭ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വോട്ടർ ഹെൽപ്പ് ലൈൻ ഒരു ആപ്പാണ്. അത് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ആപ്പാണ്. പിന്നെ മറ്റ് ചില ആവശ്യങ്ങൾക്കും ആ ഒരു ആപ്പ് യൂസ്ഫുള്ളാണ്. വോട്ടർ പട്ടികയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കാൻ വേണ്ടി, സാധാരണ ഏതൊരു പൗരനും അന്വേഷിക്കാൻ വേണ്ടിയാണ് വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന ആപ്പ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 106-ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഭാഗമായ 106-ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്തായിരുന്നു? നാരീശക്തി വന്ദൻ അധിനയം. അപ്പോൾ നാരീശക്തി വന്ദൻ അധിനയം 2024 പാസ്സാക്കിയത്. എന്താണ്? ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു. ഓരോ അതിർത്തി നിർണയത്തിന് ശേഷവും സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെൻറ്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണ്ണയിക്കും. ഈ 2 പ്രസ്താവനകളാണ് അതുമായി ബന്ധപ്പെട്ട് ശരിയായവ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ കൂടുതലായിട്ടും ഒരുപാട് വാർത്താ പ്രാധാന്യമുള്ള, ഇപ്പോൾ 2026 ഒരുപാട് വാർത്താ പ്രാധാന്യം വരുന്നുണ്ട്. എന്താണ്? പ്രതിപക്ഷം വളരെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു ബില്ലിനെ ചൂണ്ടിക്കാട്ടുകയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്, ഭരിക്കപ്പെടുന്ന പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നയം കൊണ്ടുവരുന്നതും അതുപോലെ നമ്മുടെ ജെറി മാൻഡറിങ് ഒക്കെ പ്രകാരം അവരുടെ സീറ്റുകൾ സംവരണം ചെയ്ത് വെക്കാൻ വേണ്ടിയാണെന്നൊക്കെ ഒരുപാട് എതിർപ്പുകളൊക്കെ ഈ ഒരു നിയമത്തിനെതിരെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു മേഖലയാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ അനുച്ഛേദപ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? ആൻസർ അനുച്ഛേദം 243K ആണ് സംസ്ഥാന തലത്തിലുള്ള രൂപീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? എപ്പോഴും ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു ഹോട്ട് ടോപ്പിക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് KAT യുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്?
ഇവിടെ കൊടുത്തിരിക്കുന്നവയിലെല്ലാം ശരിയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്, അതായത് കേരള PSC ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളത്തിൽ രൂപപ്പെടുത്തിയ സർവീസാണിത്. ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ IAS പോലെ നമ്മുടെ KAS. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് നിലവിൽ വന്നത് 2018 ജനുവരി 1 തീയതിയാണ്. കേരളത്തിൽ നിന്നുള്ള റംസാർ സൈറ്റുകളിൽ നിന്നും ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ കേരളത്തിൽ 3 റംസാർ സൈറ്റുകളാണുള്ളത്. ഏതൊക്കെയാണ്? ശാസ്താംകോട്ട കായൽ, വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ. ആദ്യത്തെ 3 സ്ഥാനങ്ങളിലുള്ള പ്രധാന കായലുകൾ. ഏറ്റവും വലുത് ഏതാണ്? വേമ്പനാട്ട് കായലാണ്. ശുദ്ധജല തടാകമാണ് ഏത്? ശാസ്താംകോട്ട. പിന്നെ അഷ്ടമുടിയും. അപ്പോൾ 2002 ഈ ഒരു 3 കായലുകളും റാംസർ സൈറ്റുകളുടെ ആ ഒരു പട്ടികയിലേക്ക് വന്നത്. അടുത്തതായിട്ട് സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി 1ാം EMS സർക്കാരിൻ്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവയിൽ ആരായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ? ആൻസർ C. അച്യുതമേനോനാണ്. അപ്പോൾ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ആളായിരുന്നു ആര്? C. അച്യുതമേനോൻ. C. അച്യുതമേനോൻ്റെ കാലത്താണ് ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത്. അപ്പോൾ ആ കമ്മീഷനിലുണ്ടായിരുന്ന അധ്യക്ഷനും ആരായിരുന്നു? C. അച്യുതമേനോൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിൻ്റെ മിഠായി പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ്. അപ്പോൾ കുട്ടികളിലൊക്കെയുള്ള പ്രമേഹം എന്താണ്? ടൈപ്പ് 1 പ്രമേഹമാണ്. അപ്പോൾ മിഠായി പദ്ധതി ടൈപ്പ് 1 പ്രമേഹത്തിന് എതിരെയുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഏറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന OR കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു. ഏത് നിയോജക മണ്ഡലത്തെയാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്? മാനന്തവാടിയാണ് ആൻസർ. OR കേളു പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അത് കറണ്ട് അഫയേഴ്സ് ഫാക്റ്റിലാണ് വന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഏത് രാജ്യമാണ് ടസർ സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്? ഇന്ത്യയാണ്. ടസർ സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ്. മൊത്തത്തിൽ സിൽക്കിൻ്റെ ഒക്കെ ഉൽപ്പാദനത്തിൽ, പരുത്തി തുണി ഉൽപ്പാദനത്തിൽ ഇന്ത്യയാണ് ഫസ്റ്റ്. അപ്പോൾ ടസർ സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയാണ് സെക്കൻഡ്. ടസർ സിൽക്ക് ചോദിക്കുമ്പോൾ സെക്കൻഡിൽ നിൽക്കുന്നത് ഇന്ത്യയാണ്. കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏതാണ്? ദൃഷ്ടിപടലം. ഏതൊക്കെയാണ്? കോൺകോശങ്ങളും റോഡ് കോശങ്ങളും പ്രകാശഗ്രാഹികളിൽ വരുന്നത്. അത് രണ്ടും കാണപ്പെടുന്ന എവിടെയാണ്? ദൃഷ്ടിപടലത്തിലാണ്. ഏറ്റവും അകത്തെ പടലമാണ് ദൃഷ്ടിപടലം. ജംനാപാരി, സുർത്തി, മലബാറി എന്നിവ ഏത് വളർത്തുമൃഗത്തിൻ്റെ വിവിധ ഇനങ്ങളാണ്? ആടാണ് ആൻസർ. നമുക്ക് ഇത് SCRTയിലുള്ള ഒരു ഫാക്റ്റാണ്. ആടിൻ്റെ വിവിധ ടൈപ്പുകളാണ് ജംനാപാരി, സുർത്തി, മലബാറി. കുരങ്ങ് പനി KFD, കാസനൂർ ഫോറസ്റ്റ് ഡിസീസ്. കുരങ്ങ് പനിയുടെ മറ്റൊരു പേരാണ് KFD, കാസനൂർ ഫോറസ്റ്റ് ഡിസീസ്. അതായത് ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് കാസനൂർ ഫോറസ്റ്റിലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് നിലവിൽ വന്നത്. അതിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? വൈറസാണ്. KFD വൈറസാണ്. ഇനി WWFൻ്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ്. WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറാണ് WWF ആസ്ഥാനം. സ്വിറ്റ്സർലൻഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ശരണ്യ പദ്ധതി? ശരണ്യ പദ്ധതി സ്ത്രീകൾക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സ്വയം തൊഴിലായിട്ട് വീടുകളിൽ കുടിൽ വ്യവസായങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു ശരണ്യ പദ്ധതി രൂപം കൊണ്ടിട്ടുള്ളത്. അതിൽ നിന്നും സഹായധനം കിട്ടുകയും അങ്ങനെ സ്ത്രീകളെ സമൂഹത്തിന് മുന്നോട്ട് കൊണ്ടുവരികയാണ് ഇതിൻ്റെ ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റാമിൻ B1ൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ബെറിബറിയാണ് ആൻസർ. അടുത്തത് നമുക്ക് ഓപ്ഷൻസും കൂടി ഒന്ന് പരിശോധിക്കാം. സ്കർവി ഏതിൻ്റെ കുറവാണ്? വിറ്റാമിൻ Cയുടെ കുറവാണ്. നിശാന്തത വിറ്റാമിൻ Aയുടെ കുറവാണ്. റിക്കറ്റ്സ് ആണെങ്കിൽ വിറ്റാമിൻ Dയുടെ കുറവാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം ഏതാണ്? സൗദി അറേബ്യ ആയിരുന്നു ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകുവാൻ ഒരു വസ്തുവിനുണ്ടാകുന്ന ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം. പാലായന പ്രവേഗത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം ആ വസ്തുവിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. അപ്പം മാസിനെ ആശ്രയിക്കുന്നില്ല.
ഭൂമിയുടെ മാസിനെ മാത്രമാണ് ആശ്രയിക്കുന്നത്. വസ്തു ഏതാണെങ്കിലും അവന് എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും ഒന്നും കുഴപ്പമില്ല. അതൊരു പലായന പ്രവേഗം എന്നത് ഒരു കോൺസ്റ്റൻറ്റ് സംഖ്യയാണ്. ഇവിടെ 11.2 km/h അല്ല, 11.2 km/s ആണ് ആ ഒരു പലായന പ്രവേഗത്തിൻ്റെ വാല്യൂ. അപ്പോൾ അവിടെ അവർ കൊടുത്തത് കൊണ്ടാണ് ആ ഒരു പ്രസ്താവന തെറ്റായത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ്, ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു 30-ഓളം ക്വസ്റ്റ്യൻസ്, 32ഓളം ക്വസ്റ്റ്യൻസ് വായിച്ചു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.